വെൽക്കം ഓൾ. നമ്മൾ കഴിഞ്ഞ ദിവസം സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മളിവിടെ ഡിസ്കഷൻ ചെയ്യുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മാട്രിക്സ്. അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് അത് പ്രോപ്പർട്ടീസ് ഓഫ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കഷൻ നമുക്ക് കാണുന്നത്. A equal to matrix Aij and B equal to matrix Bij are two matrices of same order. രണ്ട് മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആണ്. M by n ആണ് മെട്രിക്സ് ഓഫ് ഓർഡർ M by n. K and L are any scalars. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി വരുന്നത് K into A plus B is any scalar. A and B are two matrices of same order, same by. Then K into A plus B, then we can define K A plus is equal to K A plus K B. These two matrices are K A plus K B are two matrices of same order M by N. നമുക്ക് K സ്കെയിലർ ആണ്, A plus B കണ്ടിട്ട് A plus B എന്നുള്ള ബ്രാക്കറ്റാണ്. ഈ രണ്ട് മെട്രിക്സുടെ സം ചെയ്തിട്ട് K കൊണ്ട് സം ചെയ്ത ശേഷം K കൊണ്ട് സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതും ഇനി സെപ്പറേറ്റ് ഓരോ മെട്രിക്സിനെയും K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം K ഇൻറ്റു A കാണുക, ദെൻ K ഇൻറ്റു P കാണുക, രണ്ട് സെപ്പറേറ്റ് ചെയ്യുക, ദെൻ ആഡ് ചെയ്യുന്നു. ഈ രണ്ട് മെട്രിക്സിൻ്റെയും ഈക്വൽ മെട്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് K പ്ലസ് എൽ. K ആൻഡ് എൽ ആർ സ്കെയിലേഴ്സ്. K പ്ലസ് എൽ ഇൻറ്റു A ഈസ് എനി മെട്രിക്സ് ഓർഡർ സെയിം ബൈ K A പ്ലസ് എൽ എ. ഈ രണ്ട് പ്രോപ്പർട്ടീസാണ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ്റെ വരുന്നത്. നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ നമുക്ക് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ്റെ വരുന്ന ക്വസ്റ്റ്യൻസ് രണ്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഏതുള്ള മെട്രിക്സ് തന്നിട്ടുണ്ട്. A equal to 2 by 3 1 5 by 3 2 by 3 1 5 by 3 1 by 3 2 by 3 1 by 3 2 by 3 4 by 3 then 7 by 3 2 2 by 3 ഇങ്ങനെയുള്ള മെട്രിക്സ് തന്നിട്ടുണ്ട്. B equal to matrix, then B equal to matrix 2 by 5 3 by 5 1 1 by 5 2 by 5 4 by 5 4 divided by 5 then 7 by 5 6 by 5 and 2 by 5. രണ്ട് ക്വസ്റ്റ്യൻ. ഇതാണ് ഈ രണ്ട് മെട്രിക്സ് സെയിം ഓർഡർ മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ്. ഇത് 3 by 3 മെട്രിക്സ് ആണ്. 3 by 3 മെട്രിക്സ് സെയിം ഓർഡറാണ് രണ്ട് മെട്രിക്സിൻ്റെയും. കമ്പ്യൂട്ട് 3A minus 5B കാണാനാണ് പറഞ്ഞത്. കമ്പ്യൂട്ട് 3A minus 5B. ത്രീ എ മൈനസ് 5B കാണണമെങ്കിൽ ആദ്യം ഈ ഫസ്റ്റ് A എന്നുള്ള മെട്രിക്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 3 ഇൻറ്റു മെട്രിക്സ് ദിസ് മെട്രിക്സ്. അപ്പോൾ അത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഈ മെട്രിക്സിനകത്ത് എല്ലാ എലമെൻറ്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3 ഇൻറ്റു 2 by 3 3 ഇൻറ്റു 1 3 ഇൻറ്റു 5 by 3 ഇതിനകത്തുള്ള 3 ഇൻറ്റു 1 by 3 അങ്ങനെയെല്ലാം എടുക്കണം. അപ്പോൾ 3A കാണണമെങ്കിൽ ആ 3 എന്ന് പറഞ്ഞാൽ സ്കെയിലർ, ആ സ്കെയിലർ കൊണ്ട് മെട്രിക്സിനകത്ത് എല്ലാ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്ത് വെക്കണം. അപ്പോൾ 3A ഞാനങ്ങ് എഴുതുവാണ് 3 ഇൻറ്റു 2 by 3. ഫസ്റ്റ് കാണിക്കാൻ 3 ഇൻറ്റു 2 by 3 വരും. 1 ഇൻറ്റു 3 1 ഇൻറ്റു 3 5 by 3 ഇൻറ്റു 3 ഇങ്ങനെ എല്ലാം ചെയ്യണം. എല്ലാ എലമെൻറ്റിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യാമല്ലോ. 1 by 3 ഇൻറ്റു 3 2 by 3 ഇൻറ്റു 3 4 by 3 ഇൻറ്റു 3 7 by 3 ഇൻറ്റു 3 2 ഇൻറ്റു 3 2 by 3 ഇൻറ്റു 3. അപ്പോൾ താഴെ ഡിനോമിനേറ്റർ 3 വരുന്നതെല്ലാം ക്യാൻസലായി പോയിക്കോളും. ബാക്കി ഇൻറ്റു ചെയ്ത് തരണം. അപ്പോൾ ഇതിവിടെ ഞാൻ 3A എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എഴുതാൻ പോകണം. 3 ഇൻറ്റു 2 by 3 3 1 into 3 3 3 into 5 by 3 5 3 into 1 by 3 1
3 into 2 by 3, 2. 3 into 4 by 3, 4. 3 into 7 by 3, 7. 3 into 2, 6. 3 into 2 by 3, 2. അപ്പോൾ 3a കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് 5b ആണ് വേണ്ടത്. അപ്പം 5b കാണാൻ എന്ത് ചെയ്യണം? 5b കാണാൻ 3a മൈനസ് 5b. 5 കൊണ്ട് ഇതിനെ ഈ മെട്രിക്സിനെ ബി എന്നുള്ള സെക്കൻഡ് മെട്രിക്സിനെ എല്ലാ എലമെൻറ്റിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 5 ഇൻറ്റു 2 ബൈ 5, 5 ഇൻറ്റു 3 ബൈ 5, 5 ഇൻറ്റു 1 ഇൻറ്റു 5, 5 ഇൻറ്റു 1 സെക്കൻഡ് റോ എടുക്കുമ്പോൾ 5 ഇൻറ്റു 1 ബൈ 5, 5 ഇൻറ്റു 2 ബൈ 5, 5 ഇൻറ്റു 4 ബൈ 5, 5 ഇൻറ്റു 7 ബൈ 5, 5 ഇൻറ്റു 6 ബൈ 5, 5 ഇൻറ്റു 2 ബൈ 5. ഈ ബി എന്നുള്ള മെട്രിക്സിലെ എല്ലാ എലമെൻറ്റിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ഇതാണ്. 5 ഇൻറ്റു 2 ബൈ 5 എത്രയാകും? 2, 3, ഡിനോമിനേറ്റർ 5 വരുന്നത് പിന്നെ നോക്കണ്ട, ക്യാൻസലായി പോയി. ആ നമ്പർ മാത്രം എഴുതണം. 5 ഇൻറ്റു 1 ഇൻറ്റു 5, 5. ഇത് 1, ഇത് 2, ഇത് 4, 1, 2, 4. ഇത് 7, 6, 3. അപ്പോൾ അങ്ങനെ നമ്മൾ 3a മൈനസ് 5b ചെയ്ത് കഴിയും. ചെയ്ത് എങ്ങനെയായിരുന്നു? 3a കാണാൻ എന്ത് ചെയ്യണം? സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ വരുന്നത്. എക്കകത്ത് എന്നുള്ള മെട്രിക്സിനകത്ത് എല്ലാ എലമെൻറ്റിനെയും 3a ആണെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ. ബിക്കകത്ത് എല്ലാ മെട്രിക്സിനെയും 5 കൊണ്ട്, 5 ഈസ് എ സ്കെയിലർ, 5 കൊണ്ട് മൾട്ടിപ്ലൈ. 3a മൈനസ് 5b. ഇനി അതിൻ്റെ ഡിഫറൻസ് എടുത്താൽ മാത്രം. ഇങ്ങനെ ഡിഫറൻസ് എടുക്കണമെങ്കിൽ സമ്മ ആണെങ്കിലും ഡിഫറൻസ് എടുക്കാനാണെങ്കിലും എന്തായിരുന്നു ഡിഫറൻസ് ആണെങ്കിൽ ഒരു രണ്ട് മെട്രിക്സിൻ്റെ സം കാണണമെങ്കിലും ഡിഫറൻസ് കാണണമെങ്കിലും ആ മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കിട്ടിയ രണ്ട് മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? സെയിം, 3/3 മെട്രിക്സാണ്. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി, ഡിഫറൻസ് എടുത്താൽ മതി. 2 മൈനസ് 2 രണ്ടും 3/3 മെട്രിക്സ് ആണ്. ദെൻ ഡിഫറൻസ് 2 മൈനസ് 2 0 ആകും, 3 മൈനസ് 3 0 ആകും, 5 മൈനസ് 5 0 ആകും, 1 മൈനസ് 1 0 ആകും, 2 മൈനസ് 2 0, 4 മൈനസ് 4. അതായത് സെക്കൻഡ് റോയിലെ തേർഡ് കോളത്തിലെ എലമെൻ്റ് ആണ് 4. ഇവിടെ രണ്ടാമത്തെ മെട്രിക്സിൻ്റെ സെക്കൻഡ് റോ തേർഡ് കോളം 4 ആണ്. ഇത് തമ്മിലാണ് കുറയ്ക്കേണ്ടത്. അടുത്ത 7, തേർഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ് 7, സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ് 7, 7 മൈനസ് 7, 6 മൈനസ് 6, 2 മൈനസ് 2. അപ്പോൾ ഈ കിട്ടിയ മെട്രിക്സിനൊരു പേരുണ്ട്. ഈ ഒരു മെട്രിക്സിനകത്തെ എല്ലാ എലമെൻറ്റും 0 ആണെങ്കിൽ ആ മെട്രിക്സിന് നമ്മൾ പറഞ്ഞതാണ്. ടൈപ്സ് ഓഫ് മെട്രിക്സിനകത്ത് പറഞ്ഞിട്ടുണ്ട് 0 മെട്രിക്സ് എന്നാണ് പറയുന്നത്. ആ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും? 3/3 തന്നെയായിരിക്കും. അതാണ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു പ്രോപ്പർട്ടി. നെക്സ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ നിന്ന് ഫൈൻഡ് എക്സ് ആൻഡ് വൈ. ഫൈൻഡ് ക്യാപിറ്റൽ എക്സ് ആൻഡ് വൈ. എക്സ് ആൻഡ് വൈ, എക്സ് പ്ലസ് വൈ തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ആണ് തന്നിരിക്കുന്നത്. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 7 0 2 5, 7 0 2 5. എക്സ് മൈനസ് വൈ തന്നിട്ടുണ്ട്. given that x minus y equal to matrix 3 0 0 3. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് എക്സ് ആൻഡ് വൈ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇത് എക്സ് പ്ലസ് വൈ എന്നുള്ള മെട്രിക്സ്, എക്സ് മൈനസ് വൈ എന്നുള്ള മെട്രിക്സ്. ഇങ്ങനെ ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് എക്സ് വൈ കാണാൻ പ്രയാസമുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഈ രണ്ട് മെട്രിക്സുകൾ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ, ഈ രണ്ട് മെട്രിക്സുകൂടെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താ? പ്ലസ് വൈ മൈനസ് വൈ അങ്ങ് പോകും. അപ്പോൾ എങ്ങനെ വരെ ഈ രണ്ട് മെട്രിക്സുകൂടെ ഞാൻ ആഡ് ചെയ്യാം. 7 0 2 5 പ്ലസ് മെട്രിക്സ് 3 0 0. ഈ മെട്രിക്സ് ആഡ് ചെയ്യും. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ തന്നിട്ടുള്ളതാണ്. ഇത് രണ്ടും ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2/2, ദിസ് 2/2 ആണ്, സെയിം ഓർഡറാണ് എന്ന് ശ്രദ്ധിച്ചോണം. ആണെങ്കിൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 0. ഇവിടെ റൈറ്റ് സൈഡ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്തുവരും? പ്ലസ് വൈ മൈനസ് വൈ ക്യാൻസലായി പോകും. കിട്ടുന്ന എത്ര? 2x ഈക്വൽ ടു മെട്രിക്സ്. കറസ്പോണ്ടിങ് രണ്ട് മെട്രിക്സിൻ്റെയും ഓർഡർ സെയിം ആണ്. 2/2, 2/2. സെക്കൻഡ് മെട്രിക്സും 2/2. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് അങ്ങ് ആഡ് ചെയ്യാം. 7 + 3 10 ആകും. 0 + 0 0 ആകും. 2 + 0 2, 8 + 3 8.
2x ആണ് 10 0 2 8 എന്ന് കിട്ടുന്നത്. ഇനി ഒരു 2 കൊണ്ട് നമുക്കിതിനെ അങ്ങ് ഡിവൈഡ് ചെയ്യാം. ലെഫ്റ്റ് സൈഡും 2 ഉണ്ട്, റൈറ്റ് സൈഡും 2 ഉണ്ട്. ഡിവൈഡ് ചെയ്യും. അതായത് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. രണ്ട് സൈഡും 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 1/2 ഇസ് എ സ്കെയിലർ. 2x by 2. 1/2 into this matrix. 10 0 2 8. This scalar multiplication. 1/2 is a 2 cancel out, x equal to 1/2 into this matrix. So scalar multiplication, they are multiplying each element by 1/2. 10 divided by 2, 10 divided by 0 by 2, 2 by 8 by 2. Then 10 by 2 matrix, 10 by 2 is equal to 5 0 1 4. 5 0 1 is equal to 5 0 1. ഇതിനകത്തോട്ടെങ്കിലും നമുക്ക് കൊടുത്തായിട്ട് എക്സ് പ്ലസ് വൈ തന്നിട്ടുണ്ടല്ലോ, അല്ല എക്സ് മൈനസ് വൈ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്തോട്ട് എക്സിൻ്റെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വൈ ഇവിടെ കിട്ടിക്കോളും. ഇപ്പോൾ എക്സ് മൈനസ് വൈ എന്താ തന്നിട്ടുണ്ട്? എക്സ് പ്ലസ് വൈ തന്നിട്ടുണ്ട്. ഇതായിരുന്നു എക്സ് പ്ലസ് വൈ തന്നിട്ടുള്ളത് മെട്രിക്സ് 7 0 2 5 എന്നായിരുന്നു. അപ്പോൾ ഇവിടെ എക്സ് കിട്ടിയിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ കൊടുത്താൽ മതി അല്ലേ. വൈ ഈക്വൽ ടു, അപ്പോൾ ഇവിടുന്ന് വൈ എങ്ങനെ എഴുതാം? 7 0 2 5 പ്ലസ് എക്സ് കൂടെ റൈറ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ മൈനസ് എക്സ്. എക്സിൻ്റെ വാല്യൂ ഇത് കിട്ടിയാൽ കൊടുത്താൽ മതി. അപ്പോൾ 7 0 2 5 മൈനസ് മെട്രിക്സ് 5 0 1 4. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് അങ്ങ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ രണ്ട് മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആണ്. 2 by 2 this 2 by 2. 7 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടുത്തെ എലമെൻറ്റ് ഏതാണ്? 5. കറസ്പോണ്ടിങ് എലമെൻറ്റ് അറിയത്തില്ല, ശ്രദ്ധിച്ചു. 7 - 5 2 0 - 0. 2വിന് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് മെട്രിക്സിലെ എലമെൻറ്റ് 1. 5വിന് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് മെട്രിക്സിലെ എലമെൻറ്റ് 4. അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്തത്. അപ്പം നമുക്ക് കിട്ടിയ 7 - 5 മെട്രിക്സ് 7 - 5 2 എന്ന് കിട്ടും. 0 - 2 0 2 - 1 1 5 - 4 1. മെട്രിക്സ് 5 എക്സ് കിട്ടി. എക്സ് കിട്ടിക്കഴിഞ്ഞു, എക്സ് വൈ. അപ്പോൾ എക്സും വൈയുടെ വാല്യൂസ് ആയിരുന്നു ചോദിച്ചത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അത് എക്സും വൈയും കാണാനായിട്ടാണ്. If x equal x into 2 3 2 3 plus y into matrix -1 1 equal to 10 5 equal to matrix column matrix ആണ് 10 5. Find x and y എന്നാണ് ചോദിച്ചത്. Find x and y. അപ്പോൾ ഈ എക്സ് കൊണ്ട് നമുക്ക് കെ പ്ലസ് ഇൻറ്റു എ, കെ പ്ലസ് എൽ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മെട്രിക്സ് എങ്ങനെ എഴുതാം? 2x 3x കോളം മെട്രിക്സ് ആണിത്. വൈ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. -y y ഈക്വൽ ടു 10 5 ഈക്വൽ ടു മെട്രിക്സ് 10 5 എന്ന് വന്നിട്ടുണ്ട്. ഈ രണ്ട് മെട്രിക്സിൻ്റെയും സം ഏത് മെട്രിക്സിനോട് ഈക്വലാണ്? കോളം മെട്രിക്സ് 10 5 എന്നുള്ള കോളം മെട്രിക്സിനോട് ഈക്വലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആഡ് ചെയ്തതിൻ്റെ ഓർഡർ രണ്ട് റോയും ഒരു കോളം, 2 റോയും ഒരു കോളം, 2 റോയും ഒരു കോളം, 2 by 1 മെട്രിക്സ് ആണ് ഇതെല്ലാം. അപ്പം നമുക്കിവിടെ ആഡ് ചെയ്യുന്ന എങ്ങനെയാണ്? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് നമുക്ക് അങ്ങ് ആഡ് ചെയ്യാം. ഇതിനകത്തെ ഫസ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ് 2x. ഇതിനകത്ത് സെക്കൻഡ് മെട്രിക്സിനകത്തെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ് -y. അപ്പോൾ 2x - y. then അടുത്തത് 3x + y ഈക്വൽ ടു മെട്രിക്സ് 10 5. ഇവിടെ രണ്ട് ഈക്വൽ മെട്രിക്സ് ആണ്. രണ്ട് ഈക്വൽ, ഇത് 2 by 1 ആണ്, 2 by 1 ആണ്. ഈക്വൽ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? രണ്ട് മെട്രിക്സിൻ്റെയും ഓർഡർ സെയിം ആയിരിക്കും. ഓർഡർ സെയിം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഏതാണ്? 2x - y ഏതിനോട് ഇക്വേറ്റ് ചെയ്യും? 10നോട്. 3x + y ഏതിനോട് ഇക്വേറ്റ് ചെയ്യും? 5. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടും. ആ രണ്ട് ഇക്വേഷനൂടെ സോൾവ് ചെയ്യണം. അപ്പം നമുക്ക് നോക്കാം. 2x - y ഈക്വൽ ടു 10. ഇക്വേഷൻ നമ്പർ 1. 3x + y ഈക്വൽ ടു 5. Equation number, adding equation 1 and 2. 1 + 2.
ഇക്വേഷൻ 1 പ്ലസ് 2 പ്ലസ് y മൈനസ് y ക്യാൻസലാകും. ആഡ് ചെയ്യുമ്പോൾ 5x ഇത് എത്ര വരും 15 അല്ലേ. അപ്പോൾ എക്സ് ഈക്വൽ ടു 15 ഡിവൈഡ് ബൈ 5 ഈക്വൽ ടു 3. ഈ എക്സിൻ്റെ വാല്യൂ ഏതെങ്കിലും ഇക്വേഷനകത്തോട്ട് കൊടുത്താൽ നമുക്ക് വൈയുടെ കിട്ടും. അപ്പോൾ 2x മൈനസ് വൈ ഈക്വൽ ടു 10. എക്സിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 × 3 മൈനസ് വൈ ഈക്വൽ ടു 10 മൈനസ് വൈ 6 മൈനസ് വൈ ഈക്വൽ ടു 10 പിന്നെ 6 മൈനസ് 10 ഈസ് 10നെ കൂടി ഇപ്പുറത്തോട്ട് വരുന്നു മൈനസ് വൈ അപ്പുറത്തോട്ട് മൈനസ് 4 ഈക്വൽ ടു വൈ. വൈയുടെ വാല്യൂ -4 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ ഇതിനകത്തൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി വേറെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ 2